എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നു എന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ മൈക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഹരിത രാജേഷ്, നിങ്ങളുടെ മൈക്ക് ഓൺ ആണ്. നിങ്ങളുടെ മൈക്ക് ഓഫ് ആക്കി വയ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. പിന്നീട് നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങളെ നമ്മളായിട്ട് റിമൂവ് ചെയ്താൽ നമുക്കൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ആളെ റിമൂവ് ചെയ്യാണ്, ബ്ലോക്ക് ഫ്രം ദിസ് കോൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. പിന്നീട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മീറ്റിങ്ങിൽ ലോഗിൻ ചെയ്യാനേ പറ്റില്ല. നമ്മൾ ഈ ഒരു മീറ്റിന്റെ ലിങ്ക് ഉപയോഗിക്കുന്നത് ഇതിന്ന് നമ്മൾ ടെമ്പററി ലിങ്ക് ആണ്, പക്ഷെ നമ്മൾ പൊതുവിൽ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നതുണ്ട്. എന്നാൽ നാളെ മുതൽ നിങ്ങൾക്ക് തരുന്ന ലിങ്ക് ഒരാഴ്ചത്തേക്കുള്ള ലിങ്ക് ആയിരിക്കും. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ആ ലിങ്കിൽ തന്നെയാണ് കയറേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് ആ ക്ലാസ്സുകളിൽ കയറാൻ പറ്റാതെ വരും. ആ ക്ലാസ്സിൽ കയറാതെ വരാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ എന്നെ സ്വാഭാവികമായിട്ടും വിളിക്കും. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയോ ബാൻ ചെയ്യുകയോ ചെയ്താൽ പിന്നീട് നിങ്ങളെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പം ഒത്തിരി സന്തോഷത്തോടു കൂടി നമുക്ക് പുതിയൊരു ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മെയിൻ ബാച്ചിന് സൈക്കോളജിയുടെ ക്ലാസ്സുകൾ അവസാനിച്ചു. നമ്മുടെ പുതിയ EVSന്റെ ക്ലാസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സും ആരംഭിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിരുന്നു. അതിൽ നമുക്ക് ഏകദേശം 39 കുട്ടികളാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 3-4 ദിവസമായുള്ളൂ നമ്മൾ അതിന്റെ അഡ്മിഷൻ തുടങ്ങിയിട്ട്. 50 പേർക്കാണ് നമ്മൾ അതിൻ്റെ സീറ്റ് പറഞ്ഞിരുന്നത്. അതിൽ നമുക്ക് 37-39 അത്രയും കുട്ടികൾ നമുക്ക് ആയിട്ടുണ്ട്. ബാക്കിയുള്ളവര് അഡ്മിഷൻ ആവണം വരെ നമ്മൾ അതിന്റെ അഡ്മിഷൻ ഇന്നും നാളെയും മറ്റന്നാളും നമ്മൾ അതിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കും. ആർക്കെങ്കിലും പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ ബാച്ചിൻ ക്ലാസ്സുകൾ ഇന്നുകൊണ്ട് ആരംഭിക്കുകയാണ്. ഏറെ സ്നേഹത്തോടു കൂടി വിദ്യാർത്ഥിയിലേക്ക് നിങ്ങൾ പഴയ കുട്ടികളെയും പുതിയ കുട്ടികളെയും നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലെ കുട്ടികളെയും ഒക്കെ സ്വാഗതം ചെയ്യുക. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു വരാം. നിങ്ങൾ എല്ലാവരും പരീക്ഷയെ ഇത്തവണ നേടട്ടെ. ഇനി നിങ്ങൾ ഒരിക്കലും ഒരു കേട്ടറ്റ് കോച്ചിങ്ങിനായിട്ട് ഒരിടത്തും പോയി ഇരിക്കാൻ പറ്റാതെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ ക്ലാസിന്റെ നിയമങ്ങൾ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ്. നമ്മുടെ ക്ലാസിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, മൈക്ക് ഓൺ ആക്കാൻ അറിയാമെങ്കിൽ ഓഫ് ആക്കാനും നിങ്ങൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കാനേ പോകണ്ട. നമുക്ക് നിലവിൽ 350-അടുത്ത് കുട്ടികളുണ്ട്. അതുകൂടാതെ നമ്മൾ അജിത് സാറിന്റെ നിതിൻ സാറിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം ഒരു 67 കുട്ടികളെ പുറത്തുനിന്ന് വേറെയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം 420-അടുത്ത് കുട്ടികൾ ടോട്ടലായിട്ട് നമ്മുടെ ഒരു ക്ലാസ്സിൽ വരും. അതിൽ ഇപ്പൊ ഇന്ന് കയറിയിരിക്കുന്നത് 165 കുട്ടികളാണ്. എന്റെ രണ്ടാമത്തെ നിർദ്ദേശവും അത് തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു കാരണവശാലും ജയിക്കുകയില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അത് ഗ്രഹിക്കുകയും നിങ്ങളുടെ ഏതെങ്കിലും മനോതലത്തിൽ കൊണ്ട് സൂക്ഷിക്കുകയും ചെയ്യും. എന്നാൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇരുന്ന് കാണുക എന്ന് പറയുന്നത് നടപടിയുള്ള കാര്യമല്ല. നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഓഫ്ലൈനിൽ എടുക്കേണ്ട ക്ലാസ് ആണ് 1 മണിക്കൂർ കൊണ്ട് ഓൺലൈനായിട്ട് എടുക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ അധ്യാപകർക്കുണ്ട്, കേട്ടിരിക്കുന്ന നിങ്ങൾക്കുണ്ട്. ഈ 1 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുത്താൽ അതിന്റെ ഗുണം നിങ്ങളുടെ ഉത്തര പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഒരുപാട് ടെൻഷനും അതുപോലെ ഒരുപാട് വേവലാതികളും ഒക്കെയുള്ള അധ്യാപകരാണ്, എനിക്കറിയാം. കാരണം സർവീസിലുള്ളവർക്ക് ഇപ്പൊ കേട്ടറ്റ് പരീക്ഷ ഒരു വലിയ വിഷയമാണ്. അവർക്ക് കേട്ടിട്ടില്ലെങ്കിൽ അത് വലിയൊരു ബാധ്യത തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോ. അതുപോലെ തന്നെ നമ്മുടെ സർവീസിലെ പുനഃക്രമീകരണം മറ്റു കാര്യങ്ങളൊക്കെ. നിങ്ങളൊന്ന് റീജോയിൻ ചെയ്യുക കേട്ടോ, ഒന്ന് പുറത്തിറങ്ങിയിട്ട് കയറിയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കേട്ടറ്റിന്റെ പേരിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഈ സാധനം ഒറ്റത്തവണ എഴുത്തിലൂടെ കരസ്ഥമാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുമോ അത് നിങ്ങൾ കൊടുക്കുക. നമ്മൾ നോർമലി ഒരു ക്ലാസ്സിലൊക്കെ, നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ്സിലെ നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയുടെ തലേദിവസം നടത്തിയ ക്ലാസ്സിൽ നമുക്ക്
മാത്സിന്റെ ക്ലാസ്സിൽ നിന്ന് മാത്രം 7 ക്വസ്റ്റ്യൻ തന്നെ കൃത്യമായിട്ട് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് സജിക്ക് മൈക്ക് ഓഫ് ആക്കി വെക്കുക, ഇല്ല ഇറങ്ങി പോവാ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ പേര് വിളിച്ച് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് മൈക്ക് ഓൺ ആക്കി വെച്ചത്. അതുപോലെ തന്നെ ഫൈസൽ മാഷ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ കാണാം ക്യാമറയിലൂടെ. എന്തിനാ ഈ നാട്ടുകാരെ കാണിക്കുന്നത് ഇതൊക്കെ? ഞാൻ പറഞ്ഞല്ലോ, ക്യാമറയും മൈക്കും നിങ്ങൾ ഓഫാക്കി വെക്കുക. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറമെ ഒരാളെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ എപ്പോഴും നിങ്ങളുടെ കൺട്രോളിലായിരിക്കുക, സെക്യൂർ ആയിട്ട് നിങ്ങൾ വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. ലൈവ് ക്ലാസ് മിസ്സാക്കിയാൽ നിങ്ങൾ സ്വയം തോൽവിക്ക് കീഴടങ്ങുന്നതാവും. പിന്നെ അടുത്ത പ്രാവശ്യം വന്നിട്ട് സാറേ എനിക്ക് ഈ പ്രാവശ്യം 1 മാർക്കിന് പോയി 1.5 മാർക്കിന് പോയി എന്നും പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുന്നത്. ആ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക. ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് തരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഒരു വിമുഖത കാണിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ റെക്കോർഡഡ് ക്ലാസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഒരു റെക്കോർഡഡ് ക്ലാസ് പോലും നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ പറ്റില്ല. അത് എന്നെ പോലുള്ള ഒരാൾക്ക്, എന്നെ പോലെയുള്ള ഒട്ടും ഒരു ഇതും ഇല്ലാത്ത ഒരാൾക്ക് പറ്റത്തില്ല. അപ്പൊ പിന്നെ നിങ്ങളെ പോലുള്ളവർ എന്തായാലും ചെയ്യില്ലല്ലോ. ഞാൻ എന്നിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത്രയും വലിയൊരു ക്ലാസ് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഇടയ്ക്ക് വേറെ പരസ്യങ്ങൾ വരും, ആ വഴിക്ക് പോകും. നമ്മളെ വേറെ ആരെങ്കിലും ഫോൺ വിളിക്കും, പിന്നെ ആ വഴിക്ക് പോകും. നമ്മുടെ ചിന്തകൾ പല വഴിക്ക് പോകും. പിന്നെ നമുക്ക് നോട്ട് എഴുതിയെടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. ഒരു കാരണവശാലും ലൈവ് ക്ലാസ്സുകൾ മിസ്സാക്കാതിരിക്കുക. പിന്നെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലേ, ആ വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങളുടെ ക്ലാസ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ വരുന്ന ലിങ്കുകള്, നോട്ടുകള് ഒക്കെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കളിക്കുന്നത് നമ്മൾ നല്ല ഭാഷയിൽ പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം നിങ്ങൾ ചിലപ്പോൾ അതിലുള്ളത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു സംതൃപ്തി ഉണ്ടാവും, മറ്റുള്ളവനും കൂടെ കൊടുത്ത് അവനെയും കൂടെ ഞാൻ ജയിപ്പിച്ചല്ലോ എന്ന്. പക്ഷേ ഇതിന്റെയൊക്കെ പുറകിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു PDF ഉണ്ടാക്കണമെങ്കിൽ, ആ ഒരു ക്ലാസ് എടുക്കാനുള്ള നോട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്രയോ ദിവസം ഇരുന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അത് വെറുതെ ഇരുന്ന് ഇങ്ങനെ കണ്ട ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയോ നമ്മുടെ ക്ലാസ്സിന്റെ ലിങ്കുകൾ പുറത്തോട്ട് പോവുകയോ ചെയ്താൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പറയും നിങ്ങളൊരു ഔട്ട്സൈഡർ ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. നിങ്ങളുടെ സ്വന്തം ഫോണിൽ എന്റെ നമ്പർ സേവ് ചെയ്തേക്കുന്നവർക്ക് ഈ ലിങ്ക് ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ ഓപ്പൺ ആകുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇതിൽ കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പുറത്തുള്ളവരാണോ അകത്തുള്ളവരാണോ എന്ന്. അപ്പൊ അതുകൊണ്ട് അകത്തുള്ളവർക്ക് മാത്രമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ഈ രൂപയും മുടക്കി എടുക്കുമ്പോൾ ഇത് പുറത്ത് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് പോലും പ്രൊമോട്ട് ചെയ്യാത്തത്. നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ മോണിറ്റൈസ് ആയതാണ്. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് 1 രൂപ പോലും ലാഭം നോക്കുന്നില്ല. നമുക്ക് വേണ്ടത് കൂട്ടി 4 വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടാത്തിരുന്ന പ്രശ്നമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇടുന്നില്ലാത്തത്? നമുക്കത് വേണ്ട. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു റീച്ചോ, അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഇതോ നമുക്ക് വേണ്ട. നമ്മളൊരു ഇത്ര ആളുകളെ പഠിപ്പിക്കുന്നു, ഇത്ര ആളുകളെ വിജയിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം അടുത്ത കേട്ടിട്ട് പരീക്ഷയ്ക്ക്, ഇപ്പം ഈ ഒരു പരീക്ഷ കഴിഞ്ഞു, നിങ്ങളെല്ലാവരും ജയിച്ചു പോയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വേറെ രീതിയിലാണ്. എന്ന് പറഞ്ഞാല് ഈ കേട്ടിട്ട് കിട്ടാതെ മരിച്ചിങ്ങനെ എന്താ പറയാ ഒരു നിവൃത്തി ഇല്ല എന്ന് പറയുന്ന ആളുകളെ മാത്രമേ ഇനി അടുത്ത ബാച്ചുകളിലേക്ക് നമ്മൾ പഠിപ്പിക്കത്തുള്ളൂ. അവരെ നമ്മൾ കൊണ്ട് നിർത്തി പഠിപ്പിച്ച് അവർക്ക് കേട്ടിട്ട് മേടിച്ചു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ അടുത്തുള്ള വിജയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇതുവരെ 1311 പേർക്ക് കേട്ടിട്ട് വാങ്ങിക്കൊടുത്തു. ഈ നാളുകൾ ഇത്ര കൊണ്ട് ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട്. കാരണം അതിൻ്റെ അകത്ത് നമ്മളുടെ നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, നമുക്ക് നിങ്ങൾ തിരിച്ചു തരുന്ന ഒരു സപ്പോർട്ട്, നമ്മളോട് അധ്യാപകർ കാണിക്കുന്ന ഒരു സപ്പോർട്ട്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, നിതിൻ സാറും അജിത്ത് സാറും ഒക്കെ പറഞ്ഞിട്ട് 67ഓളം ടീച്ചർമാര് കേട്ടിട്ട് പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അത് അവരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് എത്രത്തോളം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അതിനെക്കുറിച്ചിട്ട് കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് പറയും. അവര് സാറന്മാരെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇതിലേക്ക് മാക്സിമം വിജയ ശതമാനം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ സിലബസ് മാറിയേക്കാം. അതുപോലെ അടുത്ത പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ മൈനസ് മാർക്ക് വന്നേക്കാം. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. ഇനി പറയുന്ന പോലെ ഇപ്പൊ ചിലപ്പോൾ ഈ സംഭരണം കാരണം 82 മാർക്ക് മേടിക്കുന്നവന് അടുത്ത പ്രാവശ്യം 90 മാർക്ക് മേടിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം 8 മാർക്കിന്റെ കൂടെ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിൽ വന്നേക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരം കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു നേട്ടം ഉണ്ടാവും.
കാരണം നമ്മുടെ ഇവിടെ നിന്ന് പഠിക്കുന്ന ആളുകൾ അതുപോലെ ജയിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, സർവീസിലുള്ളവരുടെ ഒരു പരീക്ഷ നടത്തിയിട്ട് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു കേട്ടറ്റ് പരീക്ഷ നടത്തിയിട്ട് കേരളത്തിൽ മുഴുവൻ ജയിച്ചത് ഒരു 3 അക്ക സംഖ്യ മാത്രമാണ്. ചെറിയൊരു സംഖ്യ ആളുകൾ മാത്രമാണ്. അതിൽ 45 പേരെ വിജയിപ്പിച്ച സ്ഥാപനം വിദ്യാവീതിയാണ്. നമ്മൾ സ്പെഷ്യലായിട്ട് കോച്ചിങ് കൊടുത്ത് അതിൻ്റെ അകത്ത് 45 പേരെ നമ്മൾ വിജയിപ്പിച്ചു. ഒരു ചില്ലറ കണക്കല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ അടുത്ത് ഇത്രയും വിജയം ഉണ്ടാകുമ്പോൾ നമ്മളത് പറയുന്നത് കേൾക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വിജയം ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ക്ലാസ്സിൽ ലൈവായിട്ടിരിക്കാനായിട്ട്. ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ലൈവായിട്ട് തന്നെ എന്തായാലും പങ്കെടുക്കുക. അന്നേരത്തെ പണികളൊക്കെ മാറ്റി വെക്കുക. വീട്ടുകാരോട് പറയുക, അച്ഛ അമ്മ ഇല്ലെങ്കിൽ ഭർത്താവിനോട് പറയുക, ചേട്ടാ, അല്ലെങ്കിൽ ഭാര്യയോട് പറയുക, എടി കുഞ്ഞെ, നീ ഇത് മനസ്സിലാക്ക്, ഈ സാധനത്തിന് ഇത്രത്തോളം വിലയുണ്ട്, ഇത് കിട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ വീട്ടിൽ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇന്ന് നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ. ഒരു 10, 20, 30 ദിവസത്തേക്ക് നീ ഒരു കാര്യം ചെയ്യുക, പാത്രം കഴുകുക, പിന്നെ ഞാൻ വന്ന് പാത്രം കഴുകിക്കോളാം എന്ന് പറഞ്ഞൊരു ധാരണയിൽ വീട്ടിൽ നിന്ന് തന്നെ ആവുക. അച്ഛനോടും അമ്മയോടും മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക, ഇതാണ് എൻ്റെ അവസ്ഥ, എൻ്റെ സ്കൂളിലെ പ്രശ്നം ഇതാണ്, ഞാൻ നിൽക്കുന്ന സ്കൂളിൽ എനിക്ക് മാത്രമേ കേട്ടിട്ടില്ലാത്തതുള്ളൂ, നാണം കെട്ട് മടുത്തു, എന്നെ ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞു മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളെ ടെൻഷൻ അടിച്ച് ക്ലാസ്സിന്റെ ഇടയ്ക്ക് കയറുമ്പോൾ അവരെന്തോ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു ചോദിച്ചാൽ പല വീടുകളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൃത്യമായിട്ട് കാര്യങ്ങളിൽ സെറ്റ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കേട്ടിട്ട് പരീക്ഷ ജയിക്കാൻ പറ്റും. ഇത് അത്ര വലിയ ആനകുതിര കേസൊന്നുമല്ല. ഞാൻ നോക്കിയെടുത്തോളം ഇത് അത്ര വലിയ ആനകുതിര കേസൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ 16ഉം 17ഉം തവണ എഴുതിയിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ കാണും. നിങ്ങൾ ഒരു കാരണവശാൽ ഈ ലൈവ് ക്ലാസ്സുകൾ മിസ്സാക്കി അഹങ്കാരം കാണിച്ച് വീട്ടിൽ കയറി ഇരുന്നാൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ ലൈവ് ക്ലാസ് ഒരു കാരണവശാലും മിസ്സാക്കാതിരിക്കുക. ആ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ആ ക്ലാസ്സിൽ കയറി പഠിക്കുക. ഇപ്പൊ നീതു ലൂക്കോസിന്റെ ക്യാമറ ഓൺ ആണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എന്തിനാ നിങ്ങൾ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത്? നമുക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്താൽ നിങ്ങൾ വിജയിക്കും. ഇനി അതല്ല, ഞാൻ പറയുന്നതിനെതിരെ ഇവൻ എന്തെങ്കിലും പറയട്ടാ, ഞാൻ ഇതൊന്നും ഒരു വിഷയമുള്ള കേസല്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ടും പരാജയം നിങ്ങളുടെ ഒപ്പം തന്നെ കാണും. നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടാവുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. എനിക്ക് നിങ്ങൾ ഇവിടെ പഠിക്കുന്നവർ വിജയിച്ച് കാണണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ അടുത്ത് ഇത്രയും രൂപയും മുടക്കി വന്ന് പഠിക്കുന്ന ആളുകൾ, ഇത് നമ്മുടെ എന്താണ്, ഈ പ്രാവശ്യം നമ്മൾ ഇത്രയും പേരെ എടുത്തു, നമുക്ക് ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 450 പിള്ളേരെടുത്ത് നമുക്ക് ഈ ഒരു ബാച്ചിൽ പഠിക്കുന്നുണ്ട്. അപ്പം അടുത്ത പ്രാവശ്യത്തേക്കൊക്കെ നമ്മൾ ഇത്രയും പേരൊന്നും എടുക്കൂല. നമ്മൾ വളരെ കുറച്ച് ആളുകളെ എടുത്ത് മാത്രം പരിശീലിപ്പിക്കാമെന്നുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ കൃത്യമായി നല്ല രീതിയിൽ പുലർത്തി നല്ല രീതിയിൽ പാലിച്ച് നന്നായിട്ട് പോയാൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണം ഉണ്ടാവും. അടുത്ത റിസൾട്ട് വരുമ്പോൾ നിങ്ങളും കേട്ടിട്ട് പരീക്ഷ വിജയിച്ചിട്ടുണ്ടാവും. ഇനി എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ എല്ലാവരുടെയും, അതിൻ്റെ അകത്ത് കുറേ ആളുകളുണ്ടാവും, നിങ്ങൾ ഓരോ ഗ്രൂപ്പിൽ 200 പേരൊക്കെ വെച്ചുള്ള ഗ്രൂപ്പുകളായിരിക്കും. ആ ഗ്രൂപ്പിൽ നിന്ന് വേറൊരാളുടെ നമ്പർ എടുത്തിട്ട് വെറുതെ അവർക്ക് മെസ്സേജ് അയച്ച് വീട്ടിൽ അതിനുള്ള അടുത്ത പ്രശ്നം ഉണ്ടാക്കി വെക്കരുത്. കാരണം അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് നമുക്ക് മോശമാണ്. അത് നമ്മൾ വേറൊരാളുടെ നമ്പർ, നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളുടെ നമ്പർ എടുത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം നമുക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ പറയുന്ന മൈക്ക് ക്യാമറ ഓൺ ആക്കരുത്. അവരുടെ അനുവാദം ഇല്ലാതെ ഓൺ ആക്കിയാൽ നിങ്ങളത് കൃത്യമായിട്ടും ഓഫ് ആക്കാൻ കൂടി പഠിക്കണം. ഇപ്പൊ ജസീനയൊക്കെ മൈക്ക് ഓഫ് ആക്കി വെച്ചു. ജസീന, ഓക്കെ. ഇനി പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഇട ഉണ്ടാക്കരുത് നിങ്ങൾ. പിന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആശംസകൾ നേരാനായിട്ട് കുറച്ച് അധ്യാപകർ, നമ്മുടെ എനിക്ക് വളരെ പ്രിയപ്പെട്ട നമ്മളോടൊപ്പം നിൽക്കുന്ന കുറച്ച് അധ്യാപകർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അജിത്ത് സാറ്, നിതിൻ സാറ്, മീര ടീച്ചർ, ബ്ലസ്സി ടീച്ചർ, ടിൻഡു ടീച്ചർ, അവരാരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ആക്കാമോ? ആരെങ്കിലും? യെസ്, പറയൂ ടീച്ചറെ. ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ അവസരത്തിന് വളരെ നന്ദി സാറേ. ഓക്കെ ടീച്ചറെ, ഓക്കെ. ബ്ലസ്സി ടീച്ചർ. ഉണ്ട് പക്ഷേ കേറിയിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞാലേ ഒരുപാട് നന്ദി ഞങ്ങളെ ഇതിനകത്ത് കൂട്ടിയതിന്. ഇവർക്കൊരു ആശംസ ഒക്കെ ടീച്ചറെ. നിങ്ങൾ ചുമ്മാ കേട്ടിട്ട് കിട്ടിയ ആൾക്കാർ ഇങ്ങനെ
അഹങ്കരിച്ചിരിക്കല്ലേ. നിങ്ങൾക്കൊരു ഒരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും കൊടുക്കുക. എനിക്ക് 100% ഉറപ്പാണ്. അത് സാറിന്റെ കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ട് ജയിക്കും എന്നുള്ളതിന് 100% ഉറപ്പുള്ള ഒരു വ്യക്തി ഞാനാണ്. തീർച്ചയായിട്ടും അത്രയും നല്ല ക്ലാസ്സുകളായിരിക്കും. വേണ്ടായിരിക്കും എന്ന് പറയുന്ന ഓരോ പോയിന്റ് പോലും അതുപോലും കൃത്യമായി പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് 100% നിങ്ങൾക്ക് ഉറപ്പിച്ച് തന്നെ ഇതിനകത്ത് പഠിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കുമെന്ന് അത് സാറിനെ പോലെ തന്നെ ഞാനും പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാവർക്കും എന്താ പറയാ വിജയാശംസകൾ നേരുന്നു ആദ്യം തന്നെ. ഓക്കെ ടീച്ചറെ, നമ്മുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പൊ 200 പേർക്ക് ഇതിന്റെ അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ 200 പേർക്കും കൃത്യമായിട്ട് എന്താണ് ഒരു ലക്ഷ്യമുണ്ട്, ഇതൊന്ന് പാസ്സാവുക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവരെ ഈ കുറച്ച് ടീച്ചർമാരുടെ പേര് വിളിച്ചത് ഇവര് കാരണം നമ്മൾ കുറച്ച് അധ്യാപകർക്ക് ഇപ്രാവശ്യം ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാരും കൂടെ കൂടിയെടുത്ത തീരുമാനമാണ്. ഒരു 67 അധ്യാപകർക്ക് നമ്മളിപ്പോ ക്ലാസ് എന്താണ് ഇവരൊരു കേസിലുള്ള കുറച്ച് പേർക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഒരു പ്രതിനിധി എന്ന വണ്ണമാണ് നമ്മൾ ബ്ലസ് ടീച്ചർ നിതിൻ സാറിനെ ഒക്കെ വിളിച്ചത്. നിതിൻ സാർ ഒന്നും ജോയിൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് ഉണ്ടോ? ഓക്കെ സാറേ പറയൂ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് നോക്കാലോ എന്ന് വിചാരിച്ച് ലൈവ് ക്ലാസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക എല്ലാവരും. റെക്കോർഡ് ക്ലാസ് ഒന്നും കാണാൻ പോകുന്നില്ല ആരും, കാരണം ഒരുപാട് സമയം ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് ഇതാണെങ്കിൽ ആ 1 മണിക്കൂർ ഒരു ദിവസം അത് കടന്നു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ എല്ലാവരും ലൈവ് ക്ലാസ്സിൽ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക. സാറ് പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് എല്ലാവരും ഈ ഒരു ലക്ഷ്യത്തിൽ ഇറങ്ങുക എന്നാ പറയാനുള്ളൂ. വേറൊന്നും പ്രത്യേകിച്ച് പറയണില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി കൂടുതലൊന്നും മുന്നോട്ട് പോകുന്നില്ല. നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നടത്തുന്നത് നമ്മുടെ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നടത്തുന്നത് കാറ്റഗറി 1ന്റെ EVSഉം അതുപോലെ കാറ്റഗറി 2ന്റെ സോഷ്യൽ സയൻസും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോ ആ ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ പ്രിയ ബഹുമാനപ്പെട്ട അൽഫോൻസ ടീച്ചറാണ്. ടീച്ചറെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ടീച്ചറിനെ ഇന്നത്തെ ക്ലാസ് നയിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഒപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ അധ്യാപകർക്കും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും തുടക്കം മുതൽ ഒടുക്കം വരെ ഈ 67 പേരുടെയും കൂടെ വിജയം വരെ നിങ്ങളും ഉണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ 67 പേരെ. അപ്പൊ അവരെ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ അവരെ കൂടത്തിൽ ഉണ്ടാവണം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ബാക്കിയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എല്ലാ അധ്യാപകർക്കും സർവീസിലുള്ളവർക്കും ഒക്കെ ഒരുപാട് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥനയോടും കൂടി നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അൽഫോൻസ് ടീച്ചറെ. അൽഫോൻസ് ടീച്ചറെ, ക്ലാസ് തുടങ്ങാം. വീഡിയോ ഓൺ ആക്കി വെച്ചിരിക്കുക സാറേ. അതെ അതെ അതെ, ഈ നീതു ലൂക്കോസ് എന്ന് പറയുന്ന ആള് വീഡിയോ ഓൺ ആണ് കേട്ടോ. നിങ്ങളുടെ വീഡിയോ ചെയ്യാം. ഹലോ സാറേ. പറയൂ. വോയിസ് കേൾക്കാവോ? കേക്കാം കേക്കാം. ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ ആണ്. മൈക്കും കൂടെ ഓഫ് ആക്കി വെക്കും കേട്ടോ. അൽഫോൻസ് ടീച്ചറെ. സാറേ. ടീച്ചറിന്റെ പ്രസന്റേഷൻ പോയി. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ. സാറേ ഇപ്പം കാണാവോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. കാറ്ററ്റിന്റെ എന്തോ കാറ്റഗറി 1 അല്ലേ സാർ? കാറ്റഗറി 1ഉം കാറ്റഗറി 2ന്റെ സോഷ്യൽ സയൻസും ഉള്ളവർ നിൽക്കുക. സയൻസുകാർക്ക് പോവാം. സയൻസുകാർക്ക് ക്ലാസ് ഇല്ല. ഓക്കെ, തുടങ്ങാം. ഓക്കെ. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 20ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. കാറ്റഗറി 1കാർക്കും അതുപോലെ തന്നെ കാറ്റഗറി 2 സോഷ്യൽ സയൻസുകാർക്കും
എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ബംഗാൾ വിഭജനത്തിനെ കുറിച്ചാണ് നോക്കുക. എല്ലാവർക്കും വോയിസ് ക്ലിയർ ആണോ? അതെ. വോയിസ് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ബംഗാൾ വിഭജനത്തെ കുറിച്ച് പറയുന്നു. ബംഗാൾ വിഭജനം നടന്ന വർഷം നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. 1905 ബംഗാൾ വിഭജനം നടന്നത്. അതുപോലെ തന്നെ ബംഗാൾ വിഭജനം നടത്തിയ വ്യക്തി എന്ന് പറയുന്നത് കഴ്സൺ പ്രഭു ആണ്. ആ പേര് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു ആണ് എന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്ന് പറയുന്നത് 1905 ഒക്ടോബർ 16. ഈ ഒരു 16-ാം തീയതി, അതായത് ഒക്ടോബർ 16-ാം തീയതിയാണ് ബംഗാളിലെ വിലാപ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന നയത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ബംഗാളിലെ വിഭജനം. അതോടുകൂടി ആ ഒരു ഐക്യം നിലനിർത്താതെ തമ്മിൽ പിരിഞ്ഞു പോകുന്നതിന്റെ ആ ഒരു വിലാപമായിട്ടാണ് ബംഗാൾ മുഴുവനും ഒരു വിലാപ ദിനമായിട്ട് ഒക്ടോബർ 16 ആചരിക്കുന്നത് എന്നുള്ള ഓർമ്മിക്കുക. അത് ഇത്രയാണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ബംഗാൾ വിഭജനം നടന്നത് 1906 അതുപോലെ നടത്തിയ വ്യക്തി ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴ്സൺ പ്രഭു ആണെന്നുള്ള ഓർമ്മിക്കുക. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 അതുപോലെ ബംഗാൾ മുഴുവൻ വിലാപ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ ഒക്ടോബർ 16 ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ബംഗാൾ വിഭജനം എന്നുള്ളത്. ഈ ഒരു 4-5 പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്ലൈഡിൽ. എല്ലാവർക്കും ഓക്കെ ആയോ? ഓക്കെ ആയില്ല എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ സ്പീഡ് കൂടുതലുണ്ടോ എന്നുണ്ടെങ്കിലും പറയാം. നിശ്ചയം നടന്നത് നിലവിൽ വന്നത് ഒരേ ഡേറ്റാ? 6 പറഞ്ഞ പോലെ തോന്നി. സ്ലൈഡ് ഇല്ലേ? അതിൽ മിസ് പറഞ്ഞത് 1906 എന്ന് കേട്ട പോലെ തോന്നി. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. വിഭജനം നടത്തിയത് എന്ന് പറയുന്നത് 1905 ജൂലൈ 20. ആ ഒരു ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിലവിൽ വന്ന ഡേറ്റ് ഓർത്തിരിക്കുക. 1905 ഒക്ടോബർ 16 നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 16 ബംഗാളിലെങ്ങും ഒരു വിലാപ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതിന്റെ കാരണവും പറഞ്ഞു. ബ്രിട്ടീഷ് നയത്തിന്റെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം അവിടെ സാക്ഷാത്കരിച്ചത് ഈ പറയുന്ന ബംഗാൾ വിഭജനത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ബംഗാൾ മുഴുവനും ഒരു വിലാപ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത് നമ്മൾ ബംഗാൾ വിഭജനവുമായിട്ട് തന്നെ ഉള്ള പോയിന്റുകളാണ്. അതില് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം ബംഗാളായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി അത് പലപ്പോഴായിട്ട് മാറി മാറി കാറ്റഗറി 2-കാരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. കാറ്റഗറി 1-ലും ചോദിച്ചിട്ടുണ്ട്. കാറ്റഗറി 2-ലാണ് സോഷ്യൽ സയൻസിലാണ് കുറച്ചധികം ചോദിച്ചു വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രവും അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് പറയുന്നത് ബംഗാളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്വദേശി പ്രസ്ഥാനമല്ല സ്റ്റാർട്ട് ചെയ്തത് ബംഗാൾ വിഭജനത്തെ തുടർന്നാണ്. അതായത് ബംഗാൾ വിഭജനത്തോടെ തുടർന്ന് കോൺഗ്രസ്സുകാർ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. എല്ലാ തരത്തിലുമുള്ള വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, അതുപോലെ സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് കൂടി ഓർമ്മിച്ചു വെക്കുക. ഇത്രയാണ് ഈ ഒരു സെക്ഷനിനകത്ത് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. കാറ്റഗറി 1-കാർ. കാറ്റഗറി 2-കാര് ഇതുകൂടെ ഓർമ്മിക്കുക. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ട് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിച്ചത് PC റോയ് ആണ് എന്നുള്ളത് കൂടി ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഒന്നുകൂടെ പറയാം, ബംഗാൾ വിഭജനം നടന്നത് 1905, നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 ആ ഒരു വിഭജനം നടത്തിയ വ്യക്തി ആരെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴ്സൺ പ്രഭു ആണ്. ദെൻ ഒക്ടോബർ 16 എന്ന് പറഞ്ഞാൽ ബംഗാളിലെ വിലാപ ദിനമായിട്ട് ആചരിക്കുന്നു. അതിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു നയത്തിന്റെ ആവിഷ്കാരമായിരുന്നു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. പിന്നെ ബംഗാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രമായിരുന്നു. അതുകൂടാതെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി കൂടിയാണ് ബംഗാൾ എന്ന് പറയുന്നത്. ഈ ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ളതും സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതുമാണ്. പിന്നെ കാറ്റഗറി 2-കാര് ഈ ഒരു പോയിന്റോട് ഓർമ്മിക്കുക. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ട് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിച്ചത് PC റോയ് ആണ് എന്നുള്ള പോയിന്റ് കാറ്റഗറി 2-കാര് കുറച്ച് കാര്യമായിട്ട് തന്നെ ഓർത്തു വെക്കുക.
ഈ ഒരു സ്ലൈഡിൽ കാറ്റഗറി 2-കാരെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് 1906 അതിൽ തമിഴ്നാട്ടിലെ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ആരെ എന്നുള്ളത് ഓർത്തിരിക്കണം. വി.ഒ. ചിദംബരം പിള്ളയാണ് തമിഴ്നാട്ടിലെ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ഈ ഒരു ബംഗാൾ വിഭജനം നടത്തിയത് 1905 പറഞ്ഞു. എന്നാൽ 1911 ഈ ബംഗാൾ വിഭജനം റദ്ദാക്കിയാണ് ചെയ്തത്. റദ്ദാക്കിയ വ്യക്തി എന്ന് പറയുന്നത് ഹർഡിഞ്ച് പ്രഭു സെക്കൻഡ് ആണ്. ആരായിരുന്നു ബംഗാൾ വിഭജനം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭു ആണ്. അത് റദ്ദാക്കിയ വൈസ്രോയി ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹർഡിഞ്ച് പ്രഭു സെക്കൻഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ഈ ഒരു ബംഗാൾ വിഭജനം റദ്ദാക്കാനായിട്ട് കാരണമായിട്ടുള്ളത് എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനമായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു ഹർഡിഞ്ച് പ്രഭു സെക്കൻഡ് ഈ പറയുന്ന ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായത്. സ്ലൈഡ് ഓക്കെ ആണോ നിങ്ങൾക്ക്? സ്ലൈഡ് കാണുന്നില്ല മാം. ഓക്കെ, ഇപ്പം കാണാവോ? ഇല്ല. സ്ലൈഡ് ഇടയ്ക്ക് മിസ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നിങ്ങളൊന്ന് പറഞ്ഞേക്കുക സ്ലൈഡ് മിസ്സായ. ഇതാരാണ് സ്ലൈഡ് ഓൺ ആക്കി ഇട്ടിരിക്കുന്നത്? വേറെ ആരോ പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ. വേറെ ആരോ സ്ലൈഡ് പ്രസന്റേഷന് എന്റെ ഓഫ് ആക്കിയിട്ട് വേറെ ആരോ ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് ചെയ്യരുത് കേട്ടോ. ഇപ്പം ജസ്റ്റ് ഞാനത് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇൻ കേസ് ഇനിയും അങ്ങനെ ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറയാട്ടോ. ഓക്കെ, അപ്പം ഹർഡിഞ്ച് പ്രഭു സെക്കൻഡ് ആണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. നടപ്പിലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴ്സൺ പ്രഭു ആണ്. അപ്പം ബംഗാൾ വിഭജനം എന്നുള്ളതിനെ കുറിച്ചുള്ള ടോപ്പിക് നമ്മൾ തീർന്നു. ബംഗാൾ വിഭജനം നടന്നത് 1905 വിഭജനം നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭു ആണ്. നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 അത് റദ്ദാക്കിയത് 1911 എന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രവും അതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറിയും എന്ന് പറയുന്നത് ബംഗാൾ ആയിരുന്നു. അതുപോലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞു? വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ളതും അതുപോലെ സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതുമാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ട് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചു. അത് സ്ഥാപിച്ച വ്യക്തി എന്ന് പറയുന്നത് PC റോയ് ആണ് എന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ തമിഴ്നാട്ടില് സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് V.O. ചിദംബരം പിള്ളയാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911 ഹർഡിഞ്ച് പ്രഭു സെക്കൻഡ് ആണ്. റദ്ദാക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് ഓർമ്മിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ആയോ? അതായത് ബംഗാൾ വിഭജനം എന്ന് പറയുന്ന ടോപ്പിക് തീർന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് വന്നത് എന്ന് പറഞ്ഞത് 1906 ഞാൻ നിങ്ങളുടെ എളുപ്പത്തിന് ഇയർ വൈസ് ആയിട്ടാണ് നിങ്ങൾ ഓരോ ഇവന്റുകളും തരിക. അപ്പൊ നിങ്ങൾ ഇയറും കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തില് ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞത്. ഈ സംഘടന രൂപം കൊണ്ടത് 1906 അതുപോലെ തന്നെ ഈ ഒരു സംഘടനയുടെ സ്ഥാപകർ എന്ന് പറയുന്നത് ആഗാഖാനും നവാബ് സലീമുള്ളയാണ്. ആ വ്യക്തികളുടെ പേര് ഓർത്തിരിക്കുക. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് ആഗാഖാനും നവാബ് സലീമുള്ളയുമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കാറ്റഗറി 1-കാരെ സംബന്ധിച്ച് ഈ ഇത്രയും പോയിന്റുകളാണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. കാറ്റഗറി 2-നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായിട്ടുള്ള നഗരം ഓർത്തിരിക്കണം, ധാക്കയാണ്. അതുപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ 1916 ഒപ്പുവെച്ച ഉടമ്പടിയാണ് ലക്നൗ ഉടമ്പടി. ഈ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഈ ഒരു ലക്നൗ സമ്മേളനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഇത്രയും ഓർത്തിരിക്കുക. 1906 മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ആ ഒരു ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ആ ഒരു സംഘടന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു.
അതുപോലെ അതിന് മുഖ്യ പങ്ക് വഹിച്ചത് 2 വ്യക്തികളാണെന്നുള്ള ഓർമ്മിക്കുക, ആഗാഖാനും നവാബ് സലീമുള്ളയും. അതുപോലെ കാറ്റഗറി 2കാര് അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായിട്ടുള്ള നഗരം എന്ന് പറയുന്നത് ധാക്കയാണ്. അതുകൂടാതെ ലക്നൗ ഉടമ്പടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരുമിച്ച് നിന്ന് ഒരു ഒപ്പ് വെച്ചിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ലക്നൗ ഉടമ്പടി എന്ന് പറയുന്നത്. ലക്നൗ ഉടമ്പടി വന്ന വർഷം എന്ന് പറയുന്നത് 1916. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച കാണിക്കോ സ്ലൈഡ്? എന്തോ ആ സ്ലൈഡ് ഒന്നുകൂടി കാണിക്കൂ. ഓക്കെ ആയോ? ഓക്കെ, പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം എന്ന് പറയുന്നത് 1930 അഹമ്മദാബാദ് സമ്മേളനമാണ്. അത് കൃത്യമായിട്ടും കാറ്റഗറി 2കാരെ ഓർമ്മിച്ചു വെക്കുക. 1930 അഹമ്മദാബാദ് സമ്മേളനത്തിലാണ് പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ചത്. മുസ്ലിം ലീഗ് സമ്മേളനത്തില് ഒരു പ്രത്യേക രാഷ്ട്ര വേണം എന്നുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത് അഹമ്മദാബാദ് സമ്മേളനം 1930 അഹമ്മദാബാദ് സമ്മേളനത്തിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന പ്രഖ്യാപനം നടത്തിയത് ആര് എന്നും കാറ്റഗറി 2കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ഓർമ്മിച്ചു വെക്കുക, അത് മൗണ്ട് ബാറ്റന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഓർമ്മിക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് എന്നുള്ള ഓർമ്മിക്കുക. അതുപോലെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് 1940 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരുള്ള രാഷ്ട്രം രൂപീകരിക്കണമെന്ന പ്രമേയം പാസാക്കിയ മുസ്ലിം സമ്മേളനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലാഹോർ സമ്മേളനമാണ്. ഇതെല്ലാം കാറ്റഗറി 2കാർ ഓർത്തിരിക്കേണ്ടതാണ്. കാറ്റഗറി 1ന് ഇത് നമുക്ക് അത്ര ബാധകമല്ല. അതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക മുസ്ലിം ലീഗാണെന്ന് അഭിപ്രായപ്പെട്ട നേതാവ് ആര് എന്നുള്ളത് വളരെ ചുരുക്കമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണത്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളത് ഉറപ്പാണ്, കാരണം അത്ര കണ്ട് ചോദിച്ചിട്ടില്ലത്. അപ്പൊ അതിന് മുമ്പുള്ള 3 പോയിന്റുകൾ ഓർമ്മിക്കുക. പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ഉന്നയിച്ച മുസ്ലിം സമ്മേളനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അലഹബാദ് സമ്മേളനമാണ്. അതുപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരുള്ള രാഷ്ട്രം രൂപീകരിക്കണമെന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1940 ലാഹോർ സമ്മേളനമാണ്. പിന്നീട് ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ രൂപീകരിക്കുക. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെതുമാണ്. ഈ ഒരു മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സംഘടനയാണ് നിരാശ്രവാദത്തെയും ഇന്ത്യൻ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന ഒരു നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. നിങ്ങളിത് എഴുതിയെടുക്കാൻ നിൽക്കണമെന്നില്ല, സ്ക്രീൻഷോട്ട് എടുത്താലും മതി. ഓക്കെ, നിരാശ്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവ് എന്ന് പറഞ്ഞ മുഹമ്മദ് അലി ജിന്നയാണ്. അത് അവതരിപ്പിച്ചത് 1940 ലാഹോർ സമ്മേളനത്തിൽ തന്നെയാണെന്നുള്ള ഓർമ്മിക്കുക. എന്നാൽ ഈ ഒരു വിഭജനത്തെയും അതുപോലെ തന്നെ ദ്വിരാഷ്ട്രവാദത്തെയും എതിർത്തിരുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഇതെല്ലാം കാറ്റഗറി 2കാര് ഓർമ്മിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. എന്നാൽ കാറ്റഗറി 1ഉം 2ഉം ഒരുമിച്ച് ഓർത്തിരിക്കേണ്ട ചില പോയിന്റുകളാണ് ഇനി പറയുക. ഈ 3 പോയിന്റുകൾ: ഉറുദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശുദ്ധമായ നാട് എന്നുള്ളതാണ്. എന്നാൽ പാകിസ്ഥാൻ എന്ന പദം ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലി ആണ്. ആ പേര് ഓർമ്മിക്കുക. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന് പറയുന്നത് ചൗധരി റഹ്മത്ത് അലിയാണ്. ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുരേഖ പ്രസിദ്ധീകരിച്ച കേംബ്രിഡ്ജ് സർവകലാശാല വിദ്യാർത്ഥി എന്ന് പറഞ്ഞ റഹ്മത്ത് അലിയുമാണ്. ഈ 2 പേര് ഓർത്തിരിക്കണം, ചൗധരി റഹ്മത്ത് അലിയും അതുപോലെ തന്നെ റഹ്മത്ത് അലി എന്ന് പറയുന്നത്. ചൗധരി റഹ്മത്ത് അലി ആണ് പാകിസ്ഥാൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. എന്നാൽ റഹ്മത്ത് അലി എന്ന് പറയുന്ന വ്യക്തി എന്താ ചെയ്തത്? ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുരേഖ പ്രസിദ്ധീകരിച്ച കേംബ്രിഡ്ജ് സർവകലാശാല വിദ്യാർത്ഥിയാണ് റഹ്മത്ത് അലി എന്ന് പറയുന്നത്. കാറ്റഗറി 2കാരെ സംബന്ധിച്ച് കാറ്റഗറി 1നെ സംബന്ധിച്ച് ഈ 2 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സ്ലൈഡ് ഓക്കെ ആയോ? ഓക്കെ.
അടുത്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൂററ്റ് പിളർപ്പ്. സൂററ്റ് പിളർപ്പ് രണ്ട് കൂട്ടുകാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇയർ ഓർത്തിരിക്കുക, 1907. സൂററ്റ് പിളർപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ തന്നെ മിതവാദികളും തീവ്രവാദികളുമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പിരിഞ്ഞ അല്ലെങ്കിൽ രണ്ടായിട്ട് പിളർന്ന ഒരു കോൺഗ്രസ് സമ്മേളനമായിരുന്നു സൂററ്റ് സമ്മേളനം എന്ന് പറയുന്നത്. ഈ ഒരു സൂററ്റ് സമ്മേളനം നടന്നത് ഓഫ്കോഴ്സ് സൂററ്റിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഓർപ്പിക്കാം. പേരിനകത്ത് തന്നെ നമുക്കറിയാം. വർഷം നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ഒരു സൂററ്റ് സമ്മേളനത്തിലെ കോൺഗ്രസ് നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് റാഷ് ബിഹാരി ഘോഷാണ്. അതുപോലെ തന്നെ സൂററ്റ് പിളർപ്പിലേക്ക് വഴിതെളിച്ചത് എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ളത് നമ്മൾ കാറ്റഗറി 2 ഓർത്തിരിക്കുക. തീവ്രവാദി വിഭാഗത്തിന്റെ ആവശ്യങ്ങളായിട്ടുള്ള സ്വരാജ്യവും അതുപോലെ തന്നെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കൽ എന്ന മിതവാദികൾ അതിനെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അതായത് മിതവാദികൾ ആ ഒരു തീവ്രവാദികളുടെ ആ ഒരു ആവശ്യങ്ങളെ ഒന്നും മിതവാദികൾ അംഗീകരിച്ചില്ല എന്നുള്ളതായിരുന്നു ഈ പറയുന്ന സൂററ്റ് പിളർപ്പിന്റെ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ സൂററ്റ് പിളർപ്പ് നടന്നത് 1907 ഓർമ്മിക്കുക. അതായത് സൂററ്റിലെ കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് പിളർന്നു പോവുകയുണ്ടായി. ആ ഒരു സമയത്ത് സൂററ്റ് വിഭജനം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പിളർപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. ഈ ഒരു സ്ലൈഡ് ഓക്കെയാണോ? ഓക്കെ മിസ്. അതുപോലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്നാണ് സൂററ്റ് പിളർപ്പ് 1907 നടന്നിട്ടുള്ള ഈ ഒരു സൂററ്റ് പിളർപ്പിനെ വിളിക്കുന്നത്. അതുപോലെ അടുത്ത ഈ 3 പോയിന്റുകൾ കൃത്യമായിട്ട് കാറ്റഗറി 1 കാറ്റഗറി 2 ഓർത്തിരിക്കേണ്ടതാണ്. മിതവാദി വിഭാഗം, അതായത് കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലെയും തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകുവാണ്. എന്നാൽ ലോകഹിതവാദി എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ഗോപാൽ ഹരി ദേശ്മുഖ് ആണ് ലോകഹിതവാദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർമ്മിക്കുക, കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലെ, തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനാണ്. ലോകഹിതവാദി എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. പലപ്പോഴും കാറ്റഗറി 2 കാറ്റഗറി 1 ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണിത്. ഓർമ്മിക്കുക. ഈ ഒരു സ്ലൈഡ് ഓക്കെയാണോ? അടുത്തത് മിന്റോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ. അത് നമ്മുടെ കാറ്റഗറി 2 ഓർത്തിരുന്നാൽ മതി. കാറ്റഗറി 1 അത്ര ചോദിച്ചു കണ്ടിട്ടില്ല. കാറ്റഗറി 2 സംബന്ധിച്ച് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അതായത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിന്റോ പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഭരണമാറ്റമാണ് ഈ പറയുന്ന മിന്റോ മോർലി ഭരണ പരിഷ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു പരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിക്കാം. അതായത് ഈ ഒരു ഭരണ പരിഷ്കാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിന്റോ മോർലി ഭരണ പരിഷ്കാര പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് 2 ഇന്ത്യക്കാരെയും നിയമിച്ചുകൊണ്ടുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് ഈ ഒരു ഭരണ പരിഷ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താ എന്നുള്ളത് കൃത്യമായിട്ട് കാറ്റഗറി 2 ഓർത്തിരുന്നാൽ, കാറ്റഗറി 1 ജസ്റ്റ് മിന്റോ മോർലി ഭരണ പരിഷ്കാരം നടന്ന വർഷം ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ അതിന് പറയുന്ന മറ്റൊരു പേര്, അതായത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്ന പേരിൽ അറിയപ്പെടുന്ന മിന്റോ മോർലി ഭരണ പരിഷ്കാരമാണ് എന്നുള്ളത് ഓർമ്മിച്ചിരുന്നാൽ മതി. കാറ്റഗറി 1. കാറ്റഗറി 2 സംബന്ധിച്ച് മിന്റോ മോർലി ഭരണ പരിഷ്കാരം എന്നാണ് നടന്നതെന്നുള്ള ഓർത്തിരിക്കണം. അതുപോലെ ആ ഒരു ഭരണ പരിഷ്കാരം എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. ഓക്കെ, അടുത്ത നമ്മൾ ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങിയത് 1916 ഇയർ ഓർത്തിരിക്കണം. അതായത് 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായിട്ട് നിലനിർത്തിയിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഒരു ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യക്കാർ സ്വീകരിച്ചത് അയർലൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ നിന്നാണ്. അതുപോലെ ഇന്ത്യയിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ സ്ഥാപക നേതാക്കൾ എന്നൊക്കെ പറയുന്നത് ആനി ബെസന്റും ബാലഗംഗാധര തിലകനുമാണ്. പേര് ഓർമ്മിക്കുക, ആനി ബെസന്റും ബാലഗംഗാധര തിലകനുമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്നത്. അതുപോലെ മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബെസന്റ് ആണ് എന്നുള്ളത് ഓർമ്മിക്കുക. മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്
ആനി ബസന്റ് ആയിരുന്നു. അപ്പൊ ഓർമ്മിക്കുക, ഹോം റൂൾ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത് 1916 അയർലൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നാണ് ഹോം റൂൾ എന്ന പദം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി ഇന്ത്യക്കാർ സ്വീകരിച്ചത്. ഹോം റൂൾ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വയംഭരണം എന്നാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായിട്ട് നിലനിർത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇത്രയേറെ ശക്തി ആർജിച്ചിട്ടുള്ള ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്നത് ആനി ബസന്റും അതുപോലെ തന്നെ ബാലഗംഗാധര തിലകനുമായിരുന്നു. മദ്രാസിനടുത്ത് അടയാറിലാണ് ഈ ഒരു ഹോം റൂൾ പ്രസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത് ആനി ബസന്റ് ആണ് എന്നുള്ളത് ഓർമ്മിക്കുക. ഇത് കൂടുതലും ഓർമ്മിച്ചിരിക്കുന്നത് കാറ്റഗറി 2-കാരാണ്. കാറ്റഗറി 1 ജസ്റ്റ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളുടെ പേര് മാത്രമെന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, സ്ലൈഡ്. ഓക്കെ, അടുത്തത് ലക്നൗ സമ്മേളനം. നമ്മൾ നേരത്തെ ഒരു ലക്നൗ സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ തൊട്ട് പുറമെ അത് ഡിസ്കസ് ചെയ്യുന്നു. അതായത് ഈ ഒരു ലക്നൗ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനം. പിളർന്ന സമ്മേളനം സൂററ്റ് പിളർപ്പായിരുന്നു. 1907 പിളർന്നു. സൂററ്റ് പിളർപ്പ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. പിന്നീട് ഈ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ചത് എന്ന് പറയുന്നത് 1916 ഈ ഒരു ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്നുള്ളത് ഓർത്തിരിക്കണം, MC മജുംദാർ. അപ്പം കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലക്നൗ സമ്മേളനമാണ്. ആ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് MC മജുംദാർ ആണ്. MC മജുംദാർ ആണ് ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും ഈ ഒരു സ്ലൈഡിൽ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ആയോ? ഓക്കെ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം കാറ്റഗറി 2-കാരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 1-നെ സംബന്ധിച്ച് ചമ്പാരൻ എവിടെയാണ്, എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം തുടങ്ങിയ അത്യാവശ്യം ഡീറ്റെയിൽസ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത് കാറ്റഗറി 1-നെ സംബന്ധിച്ച് 2-നെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിയമലംഘനവും സഹന സമരവും പോലുള്ള സമര രീതികളായിരുന്നു ചമ്പാരനിൽ സ്വീകരിച്ചത്. ഇത് കാറ്റഗറി 2-ന് മാത്രം ആവശ്യപ്പെട്ട സാധനമാണ്. നിയമലംഘനവും സഹന സമരവും പോലുള്ള സമര രീതികളാണ് ചമ്പാരനിൽ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ബ്രിട്ടീഷുകാരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടത്തിയ ഒരു സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്നുള്ളത്. അപ്പം നീലം കർഷകർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമം പാസ്സാക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് ആര് എന്നുള്ളത് കാറ്റഗറി 2-ല് ചോദിച്ചു കണ്ടിട്ടുണ്ട്. രാജ്കുമാർ ശുക്ലയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവ് എന്ന് പറയുന്നത്. അതുപോലെ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാവാൻ കാരണമായിട്ടുള്ള സത്യാഗ്രഹം എന്ന് പറയുന്നതും ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പൊ ഓർമ്മിക്കുക, കാറ്റഗറി 1-കാരെ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഈ ചമ്പാരൻ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീഹാറിലാണ് എന്നുള്ളത് ഓർമ്മിക്കുക. പിന്നീട് ഓർത്തിരിക്കുന്നത് നീലം കർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ നീലം തോട്ടത്തിൽ ജോലി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്നുള്ളത്. ഇത്രയും പോയിന്റുകൾ കാറ്റഗറി 1-കാർ ഓർമ്മിക്കാം. ബാക്കി പോയിന്റുകളെല്ലാം ഈ പറയുന്ന കാറ്റഗറി 2-കാര് ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക വർഷങ്ങളിലും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എന്ന് പറയുന്നത് 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീഹാറിലാണ്. നിയമലംഘനവും അതുപോലെ തന്നെ സഹന സമരവും ഈ 2 രീതികളാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിൽ നിലകൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അനുകൂലിച്ചിരുന്നത്. നീലം തോട്ടങ്ങളിലെ ജോലി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയാണ് ഈ ഒരു സമരം നടത്തിയത്. ഈ ഒരു സമരത്തിലെ ഇടപെടലാണ് ഗാന്ധിജി കുറച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് എന്ന് പറഞ്ഞ് രാജ്കുമാർ ശുക്ലയായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആയോ? ഓക്കെ ആയിരുന്നു. മൈക്കോണോ
ഓക്കെ, അടുത്ത സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. 1918 ഈ അഹമ്മദാബാദ് മിൽ സമരം നടന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ്. ഓർമ്മിച്ചിരിക്കണം, ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ്. രണ്ട് പോയിന്റുകളും രണ്ട് തരത്തിൽ ആണ് എന്നുള്ളത് ഓർമ്മിക്കുക. ഒരെണ്ണം നിരാഹാര സത്യാഗ്രഹവും മറ്റൊന്ന് ജസ്റ്റ് ഒരു സത്യാഗ്രഹവും മാത്രമാണ്. ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1917 ചമ്പാരൻ സമരവും. എന്നാൽ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1918 അഹമ്മദാബാദ് മിൽ സമരവുമാണ്. തമ്മിൽ മാറിപ്പോകരുത്. അഹമ്മദാബാദ് മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്നിട്ടുള്ള സമരമാണിത്. അതായത് പ്ലേഗ് ബോണസിനെ ചൊല്ലിയിട്ടാണ് ഈ ഒരു സമരം നടന്നത്. പ്ലേഗ് ബോണസ് കൊടുക്കാതിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ട് മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. മെയിൻ ആയിട്ട് ഈ പ്ലേഗ് ബോണസ് ഓർമ്മിച്ചിരിക്കുക. കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം ഈ രണ്ട് പോയിന്റുകളാണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. അതുകൂടാതെ ഇയർ ഓർത്തിരിക്കുക. അപ്പൊ 1918 അഹമ്മദാബാദ് മില്ല് സമരം നടന്നു. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സമരം സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതായിരുന്നു മെയിൻ വിഷയം എന്ന് പറയുന്നത്. അഹമ്മദാബാദ് എന്ന് പറയുന്ന പ്ലേസ് വന്നതോട് തന്നെ നമുക്കറിയാം അഹമ്മദാബാദ് മില്ലിലെ ഉടമകളും അതുപോലെ തന്നെ തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമായിരുന്നു അഹമ്മദാബാദ് മില്ല് സമരം. ഇയർ കൃത്യമായിട്ട് ഓർത്തിരിക്കണം, 1918. ഓക്കെ ആയോ? ഓക്കെ, അടുത്തത് ഖേദ സത്യാഗ്രഹം. ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1918 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഗുജറാത്തിലെ ഖേദ ജില്ലയിലെ കർഷകർക്ക് വേണ്ടി നടത്തിയ പ്രക്ഷോഭമായിരുന്നു ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതായത് ഗുജറാത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ വളരെ കഠിനമായിട്ടുള്ള ഒരു വരൾച്ച വന്നു. അതിനോടനുബന്ധിച്ച് കർഷകർ സർക്കാരിനോട് നികുതി കുറച്ചു കൊടുക്കണം അല്ലെങ്കിൽ കുറച്ചു തരണം എന്നുള്ളത് ആവശ്യപ്പെട്ടു. എന്നാൽ ആ ഒരു നികുതി അളവ് ഈ പറയുന്ന സർക്കാർ കർഷകർക്ക് കൊടുത്തില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഖേദ സമരം നടക്കുന്നത്. അതായത് നികുതി നിഷേധ പ്രക്ഷോഭങ്ങളാണ് ഇവിടെ നടന്നത് എന്നുള്ള ഓർമ്മിക്കുക. നികുതി നിഷേധ പ്രക്ഷോഭങ്ങളാണ് ഇവിടെ നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ഗാന്ധിജി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജിയോടൊപ്പം സർദാർ വല്ലഭായ് പട്ടേലും ഉണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലും ഇതിൻ്റെ അകത്ത് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നു. അതായത് ഖേദ സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ ഗാന്ധിജിയെ ജനസമൂഹത്തിന്റെ നേതാവാക്കി തീർത്തത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സത്യാഗ്രഹത്തിലും അതുപോലെ തന്നെ അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ള ഈ ആദ്യകാല സമരങ്ങളാണ്. അതായത് ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് മില്ല് സമരം അതുപോലെ ഖേദ സത്യാഗ്രഹം തുടങ്ങിയ സത്യാഗ്രഹങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചത് സത്യാഗ്രഹവും അതുപോലെ തന്നെ അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ള സമര രീതികളാണ്. അതാണ് ഈ പറഞ്ഞ ഗാന്ധിജിയെ ജനസമൂഹത്തിന് ഒരു ഇഷ്ടമുള്ള ഒരു നേതാവാക്കി മാറ്റിയത്. ഓർമ്മിക്കുക, 1917 ചമ്പാരൻ സത്യാഗ്രഹം. ആ ഒരു സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ചമ്പാരൻ ബീഹാറിലാണെന്നുള്ള ഓർമ്മിക്കുക. നീലം തോട്ടത്തിലെ കർഷകർക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു അത്. അടുത്ത അഹമ്മദാബാദ് മില്ല് സമരം. അത് 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു. അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്ലേഗ് ബോണസിനെ ചൊല്ലിയിട്ടുള്ളതായിരുന്നു. അടുത്ത ഖേദ സത്യാഗ്രഹം. അത് 1918 ഗുജറാത്തിലാണ് ഖേദ എന്നുള്ള ഓർമ്മിക്കുക. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഗുജറാത്തില് ഭയങ്കരമായ വരൾച്ച വന്നു. ആ ഒരു സമയത്ത് കർഷകർ ആവശ്യപ്പെട്ടു നികുതി കുറച്ച് തരാനായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? അത് കൊടുത്തില്ല, നികുതി ഇളവ് ചെയ്ത് കൊടുത്തില്ല. അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഖേദ സത്യാഗ്രഹം എന്നത്. ഇവിടെ ഖേദ സത്യാഗ്രഹത്തില് ഗാന്ധിജിയോടൊപ്പം സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള 2-3 സത്യാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സത്യാഗ്രഹങ്ങൾ. ഈ 3 സത്യാഗ്രഹവും ഓക്കെ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആവാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കുക, ചോദിക്കുക. ഓക്കെ, നമ്മളിന്ന് മുന്നോട്ട് പോവാണ്. അടുത്തത് റൗലറ്റ് ആക്ട് അഥവാ റൗലറ്റ് നിയമം 1919 പാസ്സാക്കിയത്. ഈ ഒരു റൗലറ്റ് നിയമം എന്ന് പറയുന്നത് എന്താ പറയാ, ആരെയും അറസ്റ്റ് ചെയ്ത് യാതൊരുവിധ വിചാരണയും കൂടാതെ എത്ര കാലം വേണേലും അവരെ തടവിൽ വെക്കാം എന്നുള്ളതാണ് ഈ പറയുന്നത് റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ കരി നിയമം എന്ന് പറയുന്നത്. ഈ ഒരു നിയമം പാസ്സാക്കി
അല്ലെങ്കിൽ ആ ഒരു നിയമത്തിനെതിരെ എന്താ പറയാ ഉണ്ടായ ഒരു റിയാക്ഷൻ ആയിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ളൊരു നിയമം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് റൗലക്റ്റ് ആക്ട് ആയിരുന്നു. അത് ഓർമ്മിക്കുക. അതുപോലെ റൗലക്റ്റ് ആക്ട് വന്ന ഇയർ ഓർത്തിരിക്കണം. 1919 എന്നുള്ളത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൗലക്റ്റ് ആക്ട് ആണ്. ഈ 3 പോയിന്റുകൾ കാറ്റഗറി 1 കാറ്റഗറി 2 ഒന്നും അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കുക. ഇപ്പൊ റൗലക്റ്റ് നിയമം എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെയും ഇന്ത്യക്കാരായിട്ടുള്ള ആരെയും അറസ്റ്റ് ചെയ്യാം, യാതൊരുവിധ വിചാരണയും വേണ്ട, എന്നിട്ട് എത്ര കാലം വേണമെങ്കിലും തടവില് പാർപ്പിക്കുകയും ചെയ്യും. അതായിരുന്നു റൗലക്റ്റ് ആക്ട്. ആ റൗലക്റ്റ് ആക്ടിനെതിരെ കുറച്ചധികം ആളുകൾ പ്രക്ഷോഭങ്ങൾ നടത്തി. അതിനോടനുബന്ധിച്ചുണ്ടായതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1919 നിലവിൽ വന്നിട്ടുള്ള റൗലക്റ്റ് ആക്ട് അഥവാ റൗലക്റ്റ് നിയമമാണ്. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 2 കാരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 1 ജസ്റ്റ് ആ ഒരു ഇയർ മാത്രം ഓർത്തിരിക്കുക. ആരാണ് നടത്തിയത് എന്നുള്ളത് ഓർത്തിരിക്കുക, എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന് പറയുന്നത് 1919 ഏപ്രിൽ 13-നാണ്. 1919 ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഈ ഒരു കൂട്ടക്കൊലയിൽ 379ഓളം ആളുകളാണ് മരണപ്പെട്ടത്. ജാലിയൻ വാലാബാഗ് നടന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടാണ് ഈ ഒരു കൂട്ടക്കൊല നടക്കുന്നത്. ഈ ഒരു കൂട്ടക്കൊലയ്ക്ക് എന്താ പറയാ ഓർഡർ ഇട്ടത് അല്ലെങ്കിൽ അത് നടത്തുക അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത് എന്ന് പറയുന്നത് ഡയർ ആണ്. ഡയർ എന്ന് പറയുന്നത് ജനറൽ ഡയർ ആണ് അതിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ അതിന് ഒരു ഓർഡർ ഇട്ടത് എന്ന് പറയുന്നത്. അതുപോലെ ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവയ്ക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരെ എന്ന് ചോദിച്ചാൽ മൈക്കൽ ലോർഡ് ഡയർ എന്നുള്ള പേര് ഓർത്തിരിക്കുക. ഇപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഇയർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1919 ഏപ്രിൽ 13-നാണ്. മരിച്ചവരുടെ എണ്ണം എന്ന് പറഞ്ഞ 379. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം എന്ന് പറഞ്ഞ പഞ്ചാബിലെ അമൃത്സർ ആണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് കാറ്റഗറി 2-ല് അമൃത്സർ എന്ന് പറയുന്ന ഒരു പ്ലേസ്. അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അതിനെ വെടിവെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഓർഡർ കൊടുത്തിരിക്കുന്ന ഡയർ ആണ് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കാം. കാറ്റഗറി 1 ഇതിൽ ഓർത്തിരിക്കേണ്ടത് 19 ഇയർ ഏതാന്നുള്ളത് അല്ലെങ്കിൽ നടന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. അതുപോലെ അത് സ്ഥലം എവിടെയാണ് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. ഓക്കെ, ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ സംബന്ധിച്ച് അന്വേഷിച്ച അല്ലെങ്കിൽ ഈ ഒരു കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ എന്ന് പറയുന്നത് ഹണ്ടർ കമ്മീഷൻ ആണ്. ഓർമ്മിച്ചിരിക്കുക. കാറ്റഗറി 2 കാരെ ഓർമ്മിച്ചിരിക്കുക, ഹണ്ടർ കമ്മീഷൻ. അതുപോലെ ഈ ഒരു കൂട്ടക്കൊലയോടനുബന്ധിച്ച് ബ്രിട്ടീഷുകാര് ഇന്ത്യയില് രവീന്ദ്രനാഥ് ടാഗോർ, ഗാന്ധിജി, സരോജിനി നായിഡു എന്നിവർക്ക് കൊടുത്ത കുറേയേറെ ബഹുമതികൾ അവരെ തിരിച്ചു നൽകി. അതിൽ രവീന്ദ്രനാഥ് ടാഗോറിന് കൊടുത്ത ബഹുമതിയായിരുന്നു സർ പദവി എന്ന് പറഞ്ഞത്. ആ ഒരു സർ പദവി ഇദ്ദേഹം അതായത് രവീന്ദ്രനാഥ് ടാഗോർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അത് ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകി. അതുപോലെ ഗാന്ധിജിക്കും സരോജിനി നായിഡുവിനും കൊടുത്തിട്ടുള്ള പദവിയായിരുന്നു കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി. ഈ ബഹുമതിയും അവർ രണ്ടുപേരും അതായത് ഗാന്ധിജിയും സരോജിനി നായിഡുവും ഈ ഒരു കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അവരും തിരിച്ചു നൽകി. ഇവിടെ നമ്മൾ ഈ പറയുന്ന പദവികളുടെ പേരും അത് ആർക്കാണ് കിട്ടിയത് എന്നുള്ളതും ഓർത്തിരിക്കണം. തിരിച്ചു കൊടുത്തത് ആര് എന്നുള്ളതായിരിക്കല്ല ചോദിക്കുക, ബ്രിട്ടീഷുകാർ കൊടുത്ത ആ ഒരു പദവി ഏത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കാറ്റഗറി 1-ഉം കാറ്റഗറി 2-ഉം അതൊന്ന് ഓർത്തിരിക്കുക. സർ പദവി ബ്രിട്ടീഷുകാർ കൊടുത്ത് രവീന്ദ്രനാഥ് ടാഗോറിനാണ്. ജാലിയൻ വാലാബാഗ് കഴിഞ്ഞപ്പോൾ ടാഗോർ അത് തിരിച്ച് ബ്രിട്ടീഷുകാർക്ക് തന്നെ കൊടുത്തു. അത് കൈസർ ഇ ഹിന്ദ് എന്ന് പറഞ്ഞ ബഹുമതിയാണ് ഗാന്ധിജിക്കും അതുപോലെ സരോജിനി നായിഡുവിനും ബ്രിട്ടീഷുകാർ കൊടുത്തത്. ഈ ഒരു കൂട്ടക്കൊല കഴിഞ്ഞപ്പോൾ അവരും അതിൽ പ്രതിഷേധിച്ച് തിരിച്ച് ഈ പറയുന്ന ബഹുമതി കൊടുത്തു. അത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് ആര് എന്നത് കാറ്റഗറി 2-ൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സർ സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായരാണ് ആ ഒരു എക്സിക്യൂട്ടീവ് പദവിയിൽ നിന്നും വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചിട്ടുള്ള നേതാവ് എന്ന് പറഞ്ഞു. ഈ ഒരു സ്ലൈഡ് ഓക്കെയായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തില് നമ്മുടെ കാറ്റഗറി 1-കാർക്ക് അത്ര കണ്ട് ഇമ്പോർട്ടന്റ് അല്ല, കാറ്റഗറി 2-ന് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതല്ല, ചോദിച്ചിട്ടുണ്ട്.
തുർക്കി കേന്ദ്രമായി നടത്തിയ ഉസ്മാനിയ അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളാണ് ഈ പറയുന്ന ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ഈ തുർക്കിയിലെ സുൽത്താനെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രൂപം നൽകിയിട്ടുള്ള സംഘടനയാണ് ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും എന്താ പറയാ ഒരു ഇമ്പാക്ട് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എല്ലാം, അതായത് ഇന്ത്യ ഒട്ടാകെ എത്തിക്കാനായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് കാരണമായ ഒരു പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. അത് ഓർമ്മിക്കുക, ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് കാരണമായിട്ടുള്ള പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ബേസ് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ ഈ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് 1920-ലാണ്. അതിലെ ഇന്ത്യയിലെ നേതാക്കൾ എന്ന് പറയുന്നത് അലി സഹോദരന്മാരായിട്ടുള്ള മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. ഈ പോയിന്റുകൾ കാറ്റഗറി 2-കാര് മാത്രം ഓർത്തിരുന്നാൽ മതി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് കാറ്റഗറി 1-നെ സംബന്ധിച്ച് വരാറില്ല, കാറ്റഗറി 2-ലുണ്ട്. അതുപോലെ ഈ മുന്നത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കേ? എന്തോ മുന്നത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കൂ. താങ്ക് യു മാം. ഓക്കെ. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരുന്നത് മഹാത്മാഗാന്ധിനെയായിരുന്നു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരുന്നത് മഹാത്മാഗാന്ധിനെയാണ് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പൊ ഇതെല്ലാം, അതായത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പോയിന്റുകളെല്ലാം ഓർത്തിട്ടുള്ളത് കാറ്റഗറി 2-കാരാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് 1920-ലാണ്. അതിന്റെ ഇന്ത്യയിലെ നേതാക്കൾ എന്ന് പറയുന്ന അലി സഹോദരന്മാരായിട്ടുള്ള മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ് എന്നുള്ളത് കൂടി ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, നമ്മൾ വീണ്ടും അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. ഇത് നമുക്ക് അത്ര കണ്ട് കാറ്റഗറി 1-ന് വളരെ ഇമ്പോർട്ടന്റ് അല്ല, കാറ്റഗറി 2-ല് ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഭരണമാറ്റങ്ങളെയാണ് ഈ പറയുന്ന 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് പ്രവിശ്യകളില് ദ്വിഭരണം ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയില് ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ഈ പറയുന്ന മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് മാത്രം ഒന്ന് ഓർമ്മിച്ചിരിക്കുക. അടുത്ത നിസ്സഹരണ പ്രസ്ഥാനം. നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് കാറ്റഗറി 1-നും കാറ്റഗറി 2-നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായിട്ട് ആരംഭിച്ച സമരമായിരുന്നു നിസ്സഹരണ സമരം. നിസ്സഹരണ സമരം എന്ന് പറഞ്ഞ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്തുള്ളവാ, അതായത് ബ്രിട്ടീഷുകാർ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്താ പറയാ അനുസരിക്കാതിരിക്കുക, നിസ്സഹരിക്കുക. അതായത് ഖാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്തുക്കൾ ഉപേക്ഷിക്കുക. അതായത് നമ്മളവിടെ എന്തെല്ലാം ബ്രിട്ടീഷുകാർ ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വഴി ബ്രിട്ടീഷുകാർക്ക് ഏതിനെല്ലാം ഇമ്പാക്ട് കിട്ടുന്നു, അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നു. അതായത് നിസ്സഹരണം, കംപ്ലീറ്റ് ആയിട്ട് നിസ്സഹരിച്ച് നിൽക്കുന്നു. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളോടും കംപ്ലീറ്റ് ആയിട്ട് നിസ്സഹരിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പൊ ആ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്ത 1920-ലാണ് എന്നുള്ളത് ഓർമ്മിക്കുക. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇതാരുടെ വാക്കുകളാണ് എന്നുള്ള കാറ്റഗറി 2-ൽ ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഗാന്ധിജി വൈസ്രോയെ അറിയിച്ചിട്ടുള്ള ഒരു വാക്കുകളാണ് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന പ്രക്ഷോഭമായിരുന്നു നിസ്സഹരണ സമരം എന്ന് പറയുന്നത്. ഇവിടെ ആ ചമ്പാരൻ സമരം എടുത്തു വെക്കരുത്, പലപ്പോഴും വരുന്നൊരു തെറ്റാണത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന പ്രക്ഷോഭമായിരുന്നു നിസ്സഹരണ സമരം എന്ന് പറയുന്നത്. ഈ നിസ്സഹരണ സമരം സ്റ്റാർട്ട് ചെയ്ത 1920-ലാണ്. ഇതിന്റെ മെയിൻ റീസൺ അല്ലെങ്കിൽ ബേസിക് റൂട്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ കാരണം, ആ സമരം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്നിട്ടുള്ള ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു എതിർപ്പായിരുന്നു നിസ്സഹരണ സമരത്തിലേക്ക് ആളുകളെ നയിച്ചത്.
ഈ ഒരു നിസ്സഹരണ സമരവുമായി ബന്ധപ്പെട്ട് അടുത്തത് ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത്, നിസ്സഹരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം കൽക്കട്ടയിലെ സമ്മേളനമായിരുന്നു. അതുപോലെ തന്നെ അംഗീകാരം നൽകിയത് നാഗ്പൂർ സമ്മേളനമാണ്. ഇതെല്ലാം കാറ്റഗറി 2 മാത്രം ഓർത്തിരുന്നതാണ്. കാറ്റഗറി 1 ഓർത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ നിസ്സഹരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായിട്ട് ബാലഗംഗാധര തിലക് രൂപീകരിച്ച ഫണ്ട്, അല്ലെങ്കിൽ തിലക് രൂപീകരിച്ച ഫണ്ടാണ് സ്വരാജ് ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതൊന്നും അത്ര കണ്ട് ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ ഈ 2 പോയിന്റുകൾ കാറ്റഗറി 2 ഒന്ന് ഓർമ്മിച്ചിരിക്കുക. അടുത്തതില് ഈ ഒരു പോയിന്റ്, ഈ 2 പോയിന്റുകൾ ഓർത്തിരിക്കണം. ചൗരി ചൗര സംഭവം, ആ ഒരു സംഭവം 1922 നടന്ന ആ ഒരു സംഭവമാണ് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാനായിട്ട് കാരണമായത്. അത് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞിരുന്നത് ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ചൗരി ചൗര സംഭവത്തെ കുറിച്ച് നമ്മൾ പറയാം. അതിനു മുമ്പ് ഇത്രയും പോയിന്റുകൾ നിസ്സഹരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നിസ്സഹരണ സമരവുമായി ബന്ധപ്പെട്ട് 1920 ഈ ആ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. കാറ്റഗറി 1 കാറ്റഗറി 2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇത്. ഓക്കെ ആയത്? ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കുക. ഓക്കെ ചൗരി ചൗര സംഭവം കാറ്റഗറി 2 സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 1 ചൗരി ചൗരി സംഭവം എന്താണ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇയർ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. നിസ്സഹരണ പ്രസ്ഥാനം നിന്ന് പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് നടന്നത് ഉത്തർപ്രദേശിലാണ് എന്നുള്ളത് ഓർമ്മിക്കുക. ചൗരി ചൗര എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലെ ഖോരഗ്പൂർ ജില്ലയിലാണ് ഈ പറയുന്ന ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം. അതായത് ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1922 ഫെബ്രുവരി 5 ചൗരി ചൗര ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് അതിനെ വെടിവെച്ചു. ആ ഒരു വെടിവെച്ചതുമായി ബന്ധപ്പെട്ട് ക്ഷുഭിതരായിട്ട് അവിടുത്തെ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിക്കുകയും കുറേയേറെ പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ആ ഒരു സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് നിസ്സഹരണ സമരം നടത്തുമ്പോഴാണെങ്കിലും മറ്റു സത്യാഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തുമ്പോഴാണെങ്കിലും ഗാന്ധിജി പറഞ്ഞിരുന്നത് സത്യാഗ്രഹവും നിരാഹാരവും അതുപോലെ തന്നെ അഹിംസയിലുമാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ജനങ്ങൾ അതിൽ ഈ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് വളരെയേറെ അക്രമാസക്തമായിട്ട് ആ ഒരു സമരങ്ങളെല്ലാം നടത്തുകയും എല്ലാം ചെയ്തു. അതിനെ തുടർന്നിട്ടാണ്, അതായത് ഈ ചൗരി ചൗര സംഭവത്തിന്റെ ആ ഒരു ഇമ്പാക്റ്റോട് കൂടിയാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി സ്റ്റാർട്ട് ചെയ്തത് 1923 എന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ എന്ന് പറയുന്നത് CR ദാസും മോത്തിലാൽ നെഹ്റുമാണ്. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ 2 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ CR ദാസും മോത്തിലാൽ നെഹ്റു. ഇത് രണ്ടും കാറ്റഗറി 1 കാറ്റഗറി 2 ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 2 പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഈ സ്ഥാപക നേതാക്കൾ ആരാണ് എന്നുള്ളത്. അപ്പൊ ഈ സ്വരാജ് പാർട്ടി എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്ന് അങ്ങ് ഗാന്ധിജി സ്റ്റോപ്പ് ചെയ്യുന്നത്, അതായത് ചൗരി ചൗര ഇൻസിഡന്റോട് കൂടി അതങ്ങ് നിർത്തലാക്കി. അതിനെ തുടർന്ന് കോൺഗ്രസിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. അപ്പൊ കോൺഗ്രസിൽ നിന്ന് കുറച്ച് നേതാക്കള് ആ ഒരു സംഘടനയിൽ നിന്ന് വിട്ടുപോയി. അവര് രൂപീകരിച്ച സംഘടനയാണ് ഈ പറയുന്ന സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. സ്വരാജ് പാർട്ടി രൂപീകരിച്ച 1923 ഓർമ്മിക്കുക. അതിന് സ്ഥാപക നേതാക്കൾ എന്ന് പറഞ്ഞ CR ദാസും മോത്തിലാൽ നെഹ്റുവാണ്. നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇയറും ഓർത്തിരിക്കണം, അതുപോലെ തന്നെ അതിന്റെ സ്ഥാപക നേതാക്കൾ ആരാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. കാറ്റഗറി 2 കാറ്റഗറി 1 ഈ 2 പോയിന്റുകൾ ഓർത്തിരിക്കണം. അടുത്തത് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ അത്ര കണ്ട് കാറ്റഗറി 1 അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ കാറ്റഗറി 2 ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം എന്ന് പറഞ്ഞാൽ 1927 ഇന്ത്യയിലെത്തിയപ്പോൾ അത് 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയ് എന്ന് പറഞ്ഞ ഇർവിൻ പ്രഭുവാണ്. കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞ 7 പേരാണ് ഉണ്ടായിരുന്നത്. സൈമൺ കമ്മീഷന്റെ ചെയർമാൻ ഉറപ്പായിട്ടും ഒരു സൈമൺ ആയിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക. പേര് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവര് ജോൺ സൈമൺ എന്നുള്ള പേര് പഠിക്കുക, അതല്ലെങ്കിൽ സൈമൺ എന്നുള്ളത് പഠിക്കുക. ഇപ്പൊ കാറ്റഗറി 2 സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർമ്മിക്കുക. ഇപ്പൊ ഇന്ത്യയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷൻ ആയിരുന്നു ഈ പറഞ്ഞ സൈമൺ കമ്മീഷൻ. ബ്രിട്ടീഷുകാർ അത് രൂപീകരിച്ചപ്പോ 27 രൂപീകരിച്ചു. പക്ഷെ അത് ഇന്ത്യയിൽ എത്തിയപ്പോ എന്തായി,
1928 അപ്പൊ ഇയറുകൾ നമ്മൾ ബാലൻസിങ് ആയിരിക്കണം, മാറിപ്പോകരുത്. 27 രൂപീകൃതമായി, ഇന്ത്യയില് 28 ആ കമ്മീഷനിൽ 7 പേരുണ്ടായിരുന്നു. ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ആരായിരുന്നു വൈസ്രോയി? ഇർവിൻ പ്രഭു ആയിരുന്നു വൈസ്രോയി എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു സൈമൺ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഈ കമ്മീഷനിൽ അംഗമായിരുന്നില്ല. സൈമൺ കമ്മീഷൻ എന്നാത്തിനാ വന്നേ? ഇന്ത്യയിലെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നത്. പക്ഷെ അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവുമായിരുന്നു. ഈ ഒരു സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചതോടുകൂടി ഇന്ത്യയിലെ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമായിരുന്നു സൈമൺ ഗോ ബാക്ക് എന്നുള്ളത്. സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. ഈ ഒരു സൈമൺ കമ്മീഷനെതിരെ ഈ ഒരു പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ ലാഹോറിൽ നടന്ന ഒരു പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ അടിയേറ്റ് മരിച്ച നേതാവായിരുന്നു ലാലാ ലജ്പത് റായ് എന്ന് പറഞ്ഞു ഓർമ്മിക്കുക. സൈമൺ കമ്മീഷനെതിരെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അതിൽ ലാഹോറിൽ വെച്ചിട്ട് നടന്ന പ്രതിഷേധത്തില് പോലീസിന്റെ അടിയേറ്റ് മരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായ് എന്ന് പറഞ്ഞത്. അതുപോലെ ആ ഒരു മരണത്തിന് അല്ലെങ്കിൽ ലാലാ ലജ്പത് റായുടെ ആ ഒരു പോലീസിന്റെ അടിയേറ്റ് ആ ഒരു മരണം ഉണ്ടായെന്ന് പറഞ്ഞു. ആ മരണത്തിന്റെ കാരണക്കാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ സാൻഡേഴ്സൺ ആണ് ആ ഒരു മരണത്തിന്, ലാലാ ലജ്പത് റായുടെ മരണത്തിന് കാരണമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹത്തെ ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്നത്, അതായത് സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സാൻഡേഴ്സിൽ വെച്ച് വെടിവെച്ച് കൊന്നത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നീ 3 പേരാണ്. 3 പേരുടെ പേര് ഓർമ്മിക്കുക. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ഈ 3 പേര് കൂടിയാണ് സാൻഡേഴ്സിനെ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ലാഹോറിൽ വെച്ചിട്ട് വെടിവെച്ച് കൊന്നു എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പൊ സൈമൺ കമ്മീഷൻ വന്നതോടുകൂടി ലാലാ ലജ്പത് റായ് മരിച്ചു. ലാലാ ലജ്പത് റായിനെ അടിച്ച അല്ലെങ്കിൽ ആ ഒരു മർദ്ദനമേറ്റ് മരിച്ചെന്ന് പറഞ്ഞപ്പോ സാൻഡേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് ആ ഒരു മർദ്ദനമേറ്റത്. അദ്ദേഹവും മരിച്ചു. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവുമാണ് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. എന്നിട്ട് ഇവരെ എന്ത് ചെയ്തു? ഇതിലെ ഭഗത് സിംഗിനെയും സുഖദേവിനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. 1931 തൂക്കിലേറ്റി എന്നുള്ളത് ഓർമ്മിക്കാം. ഇതെല്ലാം കഴിഞ്ഞ്, അതായത് 27 രൂപീകൃതമായ സൈമൺ കമ്മീഷൻ 28 ഇന്ത്യയിലെത്തി. എന്നിട്ട് ഈ കമ്മീഷന് തിരിച്ചു പോയത് 29 തിരിച്ചുപോയി. എന്നിട്ട് ഇവര് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാ 1930 റിപ്പോർട്ട് സമർപ്പിച്ചു. ഓർമ്മിക്കുക, 1927 കമ്മീഷൻ രൂപീകരിച്ചു. 1928 അവർ ഇന്ത്യയിലെത്തി. എന്നിട്ട് 1929 അവർ തിരിച്ചുപോയിട്ട് 1930 ആയപ്പോഴാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതില് ഈ പറയുന്ന 27 1930 ചോദിച്ചിട്ടുണ്ട്. രൂപീകൃതമായ വർഷവും ചോദിച്ചിട്ടുണ്ട്. അവരെന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളത് കാറ്റഗറി 2 പറയുന്നത് 1930 എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സൈമൺ കമ്മീഷൻ അത്ര കണ്ട് കാറ്റഗറി 1 ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാറ്റഗറി 2 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യം, അതായത് സൈമൺ കമ്മീഷൻ വരെയുള്ള കാര്യം ഓക്കെ ആയല്ലോ? ഈ ഒരു സ്ലൈഡ് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം. ഓക്കെ, അടുത്ത പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വരാജ് 1929 കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സമ്മേളനമായിരുന്നു 1929 ലാഹോർ സമ്മേളനം. ഈ ഒരു സമ്മേളനത്തിന് വളരെയേറെ ഇമ്പോർട്ടന്റ് ഉണ്ട്, ഓർത്തിരിക്കണം. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ ഉയർന്നത്. ജവഹർലാൽ നെഹ്റു ആണ് ഉയർത്തിയത്. ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് തന്നെയാണ്, അതായത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ത്രിവർണ പതാക ഉയർത്തി. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പറഞ്ഞു. ഈ ത്രിവർണ പതാക ഉയർത്തിയ വ്യക്തി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പൊ തന്നെ ഓർമ്മിക്കുക, 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞതും ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. പൂർണ്ണ സ്വരാജ് 1929 കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പറഞ്ഞത് 29 ലാഹോർ സമ്മേളനത്തില്. ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ത്രിവർണ പതാക ഉയർത്തുന്നത്. ത്രിവർണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷനും. ഇത് കാറ്റഗറി 1 കാറ്റഗറി 2 ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ ആയെന്ന് കരുതുന്നു. ഓക്കെ. ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചതെന്ന 1947 എന്നുള്ളത് ഓർമ്മിക്കുക. ഓക്കെ, ജസ്റ്റ് ഞാനൊരു പതാകയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന്റെ ഓർഡർ അനുസരിച്ച് കാറ്റഗറി 1 ഓർമ്മിക്കുക. ആദ്യത്തേത് കുങ്കുമമാണ് വരിക, ദെൻ വൈറ്റ്, പിന്നെ ഗ്രീൻ ആണ് വരിക. അത് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 24 എന്തോ ഇതിന്റെ മുന്നേ കാണിച്ച സ്ലൈഡ് ഒന്ന് കാണിച്ചിരുന്നു, സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നാഷണൽ ഫ്ലാഗിന്റെ കാര്യം ഓർമ്മിക്കുക. നാഷണൽ ഫ്ലാഗിന്റെ ഫസ്റ്റ് വരിക കുങ്കുമമാണ്. ദെൻ കുങ്കുമമാണ് ഓറഞ്ച് ആണെന്ന് കൺഫ്യൂഷൻ അടിക്കരുത്. കുങ്കുമമാണ് വരിക, ദെൻ വൈറ്റ്, ദെൻ ഗ്രീന്. 24 ആരക്കാലുകളാണ് ഉള്ളത് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. കാറ്റഗറി 1 അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അപ്പൊ അത് ഓർമ്മിക്കാം. ഓക്കെ, ഇതിന്റെ അത് ഈ ഒരു സ്ലൈഡില് ഈ പോയിന്റ് ഓർമ്മിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് വാഞ്ചി അയ്യർ ആണ് എന്നുള്ളത് കാറ്റഗറി 2 ഓർമ്മിക്കുക. കാറ്റഗറി 1 ഓർമ്മിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടന്നത് 1930 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുന്നത്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ 1930 നടന്നിട്ടുള്ള സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1929 ലാഹോർ സമ്മേളനമാണ്. അപ്പൊ 1929 ലാഹോർ സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പൂർണ്ണ സ്വരാജിന്റെ കാര്യം പറഞ്ഞു, മറ്റൊന്ന് ത്രിവർണ്ണ പതാകയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറഞ്ഞത് 1929 ലാഹോർ സമ്മേളനമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1930 നടന്നിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹമാണ് എന്നുള്ളത് ഓർമ്മിക്കാം. ഗാന്ധിജി നടത്തിയ ഉപ്പ് സത്യാഗ്രഹ ജാഥ അല്ലെങ്കിൽ അത് ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ 1930 മാർച്ച് 12 എവിടെ നിന്ന് ആരംഭിച്ചു, എവിടെ അവസാനിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സബർമതിയിൽ നിന്ന് ആരംഭിച്ച് ദണ്ഡി കടപ്പുറത്താണ് ആ ഒരു യാത്ര അവസാനിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതുപോലെ സബർമതിയിൽ നിന്ന് ഗാന്ധിജി കാൽനടയായിട്ട് പോയപ്പോ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന അനുയായികൾ എന്ന് പറഞ്ഞാൽ 78 പേരാണ്. 78 പേരാണ് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികൾ എന്ന് പറയുന്നത്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6 അതോടൊപ്പം തന്നെ കേരളത്തിലെ ആ ഒരു സെന്റർ എവിടെയായിരുന്നു? ദണ്ഡി മാർച്ച് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു കേരളത്തിൽ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞോ. ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ ഉള്ളവരില്ലേ? പയ്യന്നൂര്. ഓക്കെ, പയ്യന്നൂരായിരുന്നു. കേരളത്തിൽ അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കേളപ്പൻ. ോടനുബന്ധിച്ച് മറ്റേ പാട്ട് ഏതാ? വരിക വരിക സഹചര്യ. ഓക്കെ, ആ പാട്ട് എഴുതിയത് ആരായിരുന്നു? അംശി നാരായണപിള്ള. കാറ്റഗറി 1 കാറ്റഗറി 2 കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരൊക്കെ ഉണ്ടായിരുന്നു. നേതൃത്വം നൽകിയത് കെ കേളപ്പനുണ്ട്, അതുപോലെ തന്നെ കെ മാധവൻ നായർ, ഈ മൊയ്തു മൗലവി, ഇവരെല്ലാം തന്നെ ഈ പറഞ്ഞ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാണ്. അതിലെ മെയിനായിട്ട് ഈ പാട്ട് ഓർത്തിരിക്കുക. വരിക വരിക സഹചര എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അംശി നാരായണപിള്ളയാണ്. ഈ ഒരു ഗാനം എന്ന് പറയുന്നത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനമായിരുന്നു വരിക വരിക സഹചര എന്ന് പറയുന്നത്. മുന്നത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കുക. ഏതാ? ഇതിന് മുമ്പിലത്തെ ഇതാണോ? ഇപ്പൊ ഞാൻ പറഞ്ഞതാണെങ്കിൽ അഡീഷണൽ പോയിന്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുമാണ്. ഓക്കെ, ഇതിന്റെ അകത്ത് കാറ്റഗറി 2 ഓർത്തിരിക്കുന്നതാണ് ഈ 2 പോയിന്റുകൾ. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോട്ടിലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭുവാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ ഓർത്തിരിക്കുക.
കാറ്റഗറി 2 കാറ്റഗറി 1നെ സംബന്ധിച്ച് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇർവിൻ പ്രഭു ആണ് എന്ന് പറഞ്ഞത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് അഥവാ വട്ടമേശ സമ്മേളനം. വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് നമ്മുടെ ഗാന്ധിജി പങ്കെടുത്തത്. അത് ഏതായിരുന്നു? 1, 2? അതേ 3? രണ്ടാമത്തത്. ഓക്കെ, 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കണം. ഏതൊക്കെ വർഷങ്ങളിലാ? 1930-ലുണ്ട്, 1931-ൽ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം ഉണ്ട്. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് 1932-ലാണ്. 1930, 1931, 1932 ഈ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം എന്ന് പറഞ്ഞ് ലണ്ടൻ ആണ്. ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. ഇതിലെ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. ഈ ഒരു രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തില് പങ്കെടുക്കാനായിട്ട് മെയിൻ കാരണം എന്ന് പറയുന്നത് ഗാന്ധി ഇർവിൻ പാക്ട് ആയിരുന്നു. അതായത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയായിരുന്നു ഈ ഒരു രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തില് ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായിട്ടുള്ളത്. അതുപോലെ 3 വട്ടമേശ സമ്മേളനത്തിന് പങ്കെടുത്തിട്ടുള്ള 2 പേരാണുള്ളത്. ഒന്ന് ഡോക്ടർ BR അംബേദ്കറും മറ്റൊന്ന് തേജ് ബഹദൂർ സാപ്രുവാണ്. അതായത് സാപ്രു എന്നുള്ള പേര് ഓർത്തിരിക്കുക. അംബേദ്കറും സാപ്രുവുമാണ് ഈ പറയുന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യക്കാർ എന്ന് പറയുന്നത്. ഈ ഒരു വട്ടമേശ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ മെയിൻ പരാജയം എന്ന് പറഞ്ഞത് 32 ജനുവരിയില് സിവിൽ നിയമ പ്രസ്ഥാനം പുനഃസംഘടിപ്പിക്കാൻ കാരണമായി എന്നുള്ളതാണ് വട്ടമേശ സമ്മേളനത്തിന്റെ എല്ലാം പരാജയത്തിന്റെ കാരണം. അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഓർത്തിരുന്നില്ലെങ്കിലും 3 വട്ടമേശ സമ്മേളനത്തിന്റെ ഡേറ്റ് ഓർത്തിരിക്കുക, ഇയർ ഓർത്തിരിക്കുക. ദെൻ ഗാന്ധിജി ഏത് സമ്മേളനത്തിലാണ് പങ്കെടുത്തതെന്നുള്ള ഓർത്തിരിക്കുക. ഗാന്ധിജി പങ്കെടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഗാന്ധി ഇർവിൻ സന്ധിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കൂടാതെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 3 വട്ടമേശ സമ്മേളനത്തിന് പങ്കെടുത്തിട്ടുള്ള വ്യക്തികളായിരുന്നു. അതായത് അംബേദ്കറും സാപ്രുവുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആയോ? ഓക്കെ 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 മാം. ഓക്കെ, ഇനിയാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞാൽ 1942-ലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതായത് ക്രിസ് മിഷന്റെ പരാജയത്തെ തുടർന്നിട്ടാണ് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാ? ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. കാരണം ആ ഒരു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ 1942 ഓഗസ്റ്റ് 9 ആണ്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 9 ആണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ഒരു സമരത്തെ തുടർന്ന്, അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. ഈ 2 പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജിയാണ് പറഞ്ഞത്. അത് എപ്പോ പറഞ്ഞു എന്ന് ചോദിച്ചാൽ മറ്റേ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണെന്നുള്ളത് ഓർമ്മിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942-ലാണ്. സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റ് 9. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 9 എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതിന് തൊട്ട് പുറകെ വന്നിട്ടുള്ളതാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് 1946-ലാണ്. അതായത് ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റ ചർച്ചകളൊക്കെ നടന്ന സമയമാണ് ഈ പറഞ്ഞ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിഷൻ വന്നത് 1946-ലാണെന്നുള്ളത് ഓർമ്മിക്കുക. പിന്നെ ആ ഒരു അധികാര കൈമാറ്റത്തില് ലേബർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ക്ലെമന്റ് ആറ്റ്ലി. അത്തരം കാര്യങ്ങൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പം ജസ്റ്റ് ഈ ഒരു ക്യാബിനറ്റ് മിഷൻ വന്നത് 1946-ലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് എടുത്തിരിക്കുന്ന അത്രയും പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ടീച്ചറെ, ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരായിരുന്നു? കേട്ടില്ല. ക്വിറ്റ് ഇന്ത്യ സമര നായിക? ക്വിറ്റ് ഇന്ത്യ സമര നായിക ക്വിറ്റ് ഇന്ത്യ സമര നായികനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഈ സ്ലൈഡിൽ കണ്ട്. ഇല്ല, ഞാൻ പറയുന്ന പോയിന്റുകൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ മിസ്. സമര നായിക അരുണ ആസിഫലിയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നെഹ്റുവാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫലി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റുവാണ്. ഒരുപാട് ഡീറ്റെയിലിങ്ങിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിലിങ്ങിന്റെ ആവശ്യമില്ല. ഇന്നിപ്പോ എടുത്തിരിക്കുന്ന അത്രയും പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ?
ഒന്നുമില്ല. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സാറുണ്ടാവും. എല്ലാരും ഒന്ന് ലീവ് ചെയ്തോ കേട്ടോ ടീച്ചറെ. സാർ. ഓക്കെ ലീവ് ചെയ്തോളൂ ടീച്ചറെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എല്ലാരും പെട്ടെന്ന് ലീവ് ചെയ്തോ.